കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ജാനുവരി മാസം 24 വെളുപ്പിനെ 1:46 മുതൽ 2026 ജാനുവരി മാസം 25 വെളുപ്പിനെ 1:39 വരെയാണ്. അതുകൊണ്ട് തന്നെ മാഘമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് 2026 ജാനുവരി മാസം 24 ആണ്. ഷഷ്ടിവ്രതം ആരൊക്കെ എടുക്കണം, എങ്ങനെ എടുക്കണം, പുരുഷന്മാർക്ക് എടുക്കാമോ, കുട്ടികൾക്ക് എടുക്കാമോ, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഷഷ്ടിവ്രതം എടുക്കാൻ സാധിക്കുമോ, പുലയുള്ളപ്പോൾ എടുക്കാൻ സാധിക്കുമോ, അതുപോലെ തന്നെ നിർബന്ധമായും ആരൊക്കെ എടുക്കണം, മഹാസ്കന്ദഷഷ്ടി വ്രതം ഞാൻ എടുത്തു അതുകൊണ്ട് ഷഷ്ടിവ്രതം എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഷഷ്ടിവ്രതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ആദ്യമായിട്ട് ഷഷ്ടിവ്രതം എടുക്കുന്നത് മുരുകദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മുരുകദേവനെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ പ്രീതിപ്പെടുത്തേണ്ടത്? മുരുകദേവൻ ആരാണ്? മുരുകദേവൻ മഹാജ്യോതിഷിയാണ്. അതുപോലെ ദേവസൈന്യങ്ങളുടെ സൈന്യാധിപനാണ്. മഹാജ്യോതിഷിയായ മുരുകദേവന് നമ്മുടെ തലയിലെഴുത്താണ്, ഇതൊരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല എന്ന് കരുതി വിധിയെ പഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും തീരുമാനമുണ്ടാക്കാൻ ശേഷിയുള്ള പ്രാപ്തിയുള്ള ഈശ്വരനാണ് മുരുകദേവൻ. മുരുകദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല, ഇതിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി മുരുകദേവനെ പ്രാർത്ഥിക്കണം. അതാണ് മുരുക ഉപാസന കൊണ്ടുള്ള പ്രത്യേകത. കാരണം ഒരിക്കലും രക്ഷപ്പെടില്ല, ഇതിൽ നിന്നും എനിക്കൊരു മോചനമില്ല, ഇതെൻ്റെ വിധി എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യർ പോലും മുരുകനെ ഉപാസിച്ചതിന് ശേഷം രക്ഷപ്പെട്ട ചരിത്രം നമുക്ക് ധാരാളമായി വായിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മുൻജന്മദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതിനായിട്ട്, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകുന്നതിനായിട്ടൊക്കെ തന്നെ ഷഷ്ടിവ്രതം എടുക്കാവുന്നതാണ്. ആർക്കൊക്കെ എടുക്കാം? സ്ത്രീകൾക്ക് എടുക്കാം, പുരുഷന്മാർക്ക് എടുക്കാം, കുട്ടികൾക്ക് എടുക്കാം. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഷഷ്ടിവ്രതം ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർ നിർബന്ധമായും എടുക്കണം. മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ടാകും. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ട് മുമ്പോട്ട് നമ്മളെ നയിക്കുന്നതിന് മുരുകദേവന് നല്ല ശക്തിയുണ്ട്. മുരുകദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഈ കർമ്മ ദോഷങ്ങളൊക്കെ മാറ്റി, കർമ്മ പ്രാരാബ്ധങ്ങളൊക്കെ മാറ്റി ഒരു ശ്രേഷ്ഠതയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഈശ്വരനാണ് മുരുകദേവൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വാഗ്രഹം ദോഷസ്ഥിതിയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ചൊവ്വാദശ കാലഘട്ടത്തിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുന്ന ആളുകൾ, നിരന്തരം രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്തിട്ടും അതിനൊരു വിജയം ഉണ്ടാകാത്ത ആളുകൾ, വിവാഹ തടസ്സം നേരിടുന്ന ആളുകൾ, വിവാഹബന്ധം ശരിയായി നടക്കാത്ത ആളുകൾ, അതായത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാർ, അച്ഛന്മാർ, ഇവരൊക്കെ തന്നെ മുരുകദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും, പ്രശ്നങ്ങൾ അകലും. അങ്ങനെയുള്ള എല്ലാ മനുഷ്യരും നിർബന്ധമായും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കണം. എല്ലാ മാസവും വരുന്ന ശുക്ലപക്ഷ ഷഷ്ടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം
ശ്രേഷ്ഠമാണ്. ഈ വരുന്ന ഷഷ്ടി, ഈ മാസത്തെ ഷഷ്ടി 2026 ജാനുവരി മാസം 24-ാം തീയതിയാണ്. 23-ാം തീയതി എല്ലാവരും ഒരിക്കലുണ്ണണം. ശരീരവും മനസ്സും വ്രതത്തിന് വേണ്ടി തയ്യാറാക്കണം. പിറ്റേ ദിവസം രാവിലെ, അതായത് 24-ാം തീയതി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. അഥവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് മുരുകദേവൻ്റെ ക്ഷേത്രം ഇല്ലെങ്കിൽ, നമ്മൾ വീട്ടിലിരുന്ന് വിളക്കു തെളിയിച്ച് നാമം ജപിക്കണം. അതിനുശേഷം എങ്ങനെ വ്രതമെടുക്കണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതായത് നമ്മൾ സാധാരണ ഒരു നേരമാണ് അരിഭക്ഷണം കഴിക്കുന്നത്, അതായത് ഷഷ്ടി ദിവസം. അത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന, നേദിച്ചു കിട്ടുന്ന ആ ചോറ്, അതാണ് സാധാരണ കഴിക്കുന്നത് ഒരു നേരം. അത് മുളകോ അല്ലെങ്കിൽ മോരോ എന്തെങ്കിലും കൂട്ടി കഴിക്കാറുണ്ട്. അല്ലാതെ ഉള്ളി വെളുത്തുള്ളി ചേർന്ന ചമ്മന്തിയൊന്നും കഴിക്കാറില്ല. ചമ്മന്തി അരച്ച് നമുക്ക് കഴിക്കാം, തേങ്ങാ ചമ്മന്തി. പക്ഷേ വാളംപുളി, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്ന പുളി, അത് ഉപയോഗിക്കാറില്ല. അതിന് പകരം നാരങ്ങാ നീരാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പുളി ചേർക്കാതെ മോര് കൂട്ടി കഴിക്കാവുന്നതുമാണ്. പപ്പടം കഴിക്കില്ല, കാരണം ഉഴുന്നു ചേർന്ന ഒരു പലഹാരവും കഴിക്കാറില്ല. പപ്പടത്തിൽ ഉഴുന്നുള്ളത് കൊണ്ട് പപ്പടം കഴിക്കാറില്ല. പഴവർഗ്ഗങ്ങൾ കഴിക്കും. എന്തെങ്കിലും മുളകോ എന്തെങ്കിലും കൂട്ടി നമുക്ക് ചോറുണ്ണാം ഒരു നേരം. അങ്ങനെ കഴിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചിലർ രാവിലെ പഴങ്ങൾ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് കഴിക്കും, സന്ധ്യയ്ക്ക് മുമ്പ് മറ്റു പഴങ്ങൾ എന്തെങ്കിലും കഴിക്കും. അത് ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതി. ചിലർ ഈ ഉച്ചക്കലത്തെ ചോറുണ്ണില്ല, അതിനു പകരം സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും ചോറുണ്ണുന്നത്, അതായത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ്. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല പൂർണ്ണ ഉപവാസം വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ല ജലം മാത്രം കുടിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കുന്നു അങ്ങനെയാണ് നിശ്ചയമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടം, നമ്മൾ തീരുമാനിക്കുക എങ്ങനെ വേണമെന്നുള്ളത്. അങ്ങനെ ഷഷ്ടിവ്രതം എടുക്കണം. പിറ്റേ ദിവസം രാവിലെ, അതായത് 25-ാം തീയതി രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഓം സ്കന്ധായ നമ എന്ന് 108 തവണ 1008 തവണയൊക്കെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കാം. ഈ മാഘമാസത്തിലെ സ്കന്ദഷഷ്ടി വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം മാഘമാസം എന്ന് പറയുന്നത് ദേവന്മാർ ഉണർന്നിരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്ത് പ്രാർത്ഥന നമ്മൾ നടത്തിയാലും ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഘമാസത്തിലെ ഷഷ്ടി, സ്കന്ദഷഷ്ടി വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. ഷഷ്ടി വരുന്നത് 24-ാം തീയതിയാണ്. ഇങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കേണ്ടത്. ഇനി അഥവാ ഷഷ്ടിവ്രതം എടുക്കാൻ സാധിച്ചില്ല, പറ്റുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുക. പുലയും ബാലായ്മയും ഒക്കെ ഉള്ള സമയത്ത് ഷഷ്ടിവ്രതം എടുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം സാധാരണ എപ്പോഴും വരുന്നതാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോയി വ്രതമെടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് വ്രതനിഷ്ഠ പാലിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വ്രതം എടുക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുറിയിലിരുന്ന് കുളിച്ച് നാമം ജപിച്ച് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ ആ പ്രാർത്ഥന ഈശ്വരനിൽ സമർപ്പിക്കാവുന്നതാണ്. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. തലേ ദിവസം തന്നെ നമ്മൾ ശുദ്ധാഹാരത്തിലൊക്കെ ഇരിക്കുക. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. ഷഷ്ടി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെ മനസ്സിൽ കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ശുദ്ധാഹാരം തന്നെ കഴിച്ചിരിക്കുക. പഴങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയും വൈകുന്നേരവും കുളിച്ച് നമ്മൾ നാമം ജപിക്കണം. അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ഓം സ്കന്ധായ നമ, ഓം സ്കന്ധായ നമ, അല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. ജപിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. നമ്മുടെ മുറിയിലിരുന്ന് ഭഗവാനെ വീണ്ടും നാമം ജപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ ആ ഒരു നിഷ്ഠ, ആ ഒരു വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇവിടെ പീരീഡ്സ് ആയിരിക്കുമ്പോഴും പുലയും ബാലായ്മയും ഉള്ളപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നതിനാണ് നമുക്ക് എന്തുള്ളത്, ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് നാമം ജപിച്ച് ഭഗവാന് നമ്മുടെ ആ വ്രതം സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഷഷ്ടിവ്രതം എടുക്കുന്നത്. ഷഷ്ടി ദിവസം നിങ്ങൾക്ക് ചായ കുടിക്കാം, തെറ്റില്ല. രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഏത്തപ്പഴം ചിലർ പറയും കഴിച്ചുകൂടാന്ന് പറയും. കാരണം ഏത്തപ്പഴം ഒരു കംപ്ലീറ്റ് മീലാണ്. അതുകൊണ്ട് ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്ന് ചിലർ പറയും. നിർബന്ധമില്ല.
തീരെ സുഖമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. എങ്കിലും പൊതുവെ ഏത്തപ്പഴം ഒഴിവാക്കാറുണ്ട്. കാരണം അതിന് കൊഴുപ്പ് കൂടുതലുള്ള ഒരു പഴമാണെന്നൊക്കെ ആളുകൾ പറയും. അതായത് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞ് ഇരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറയുന്നത്. അതല്ലാതെ അതിൽ മറ്റ് തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് തീരെ സുഖമില്ലാത്ത ആളുകളാണ്, ഒരു ഏത്തപ്പഴം കഴിക്കണം, സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഏത്തപ്പഴം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ചെറിയ പഴമൊക്കെ കഴിക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഷഷ്ഠിവ്രതം എടുക്കുന്നത്. നിങ്ങൾക്ക് ഷഷ്ഠിവ്രതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരും ഷഷ്ഠിവ്രതം എടുക്കണം. ഇനി അഥവാ എടുത്തില്ലെങ്കിൽ അന്നേ ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. കാരണം കർമ്മദോഷങ്ങളും പ്രാരാബ്ധ ദോഷങ്ങളും നമ്മുടെ മുൻജന്മ ദോഷങ്ങളും കുടുംബദോഷങ്ങളും ഒക്കെ നമ്മുടെ മേൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി തരും. നമ്മൾ സാധാരണ എപ്പോഴും പറയില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് ഈ ദുരിതമൊക്കെ തരുന്നത് എന്ന്. ആ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിന് നമ്മൾ നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.